നെക്സ്റ്റ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഗ്രീൻ റവല്യൂഷനെ പറ്റി സംസാരിച്ചു. എന്താണ് ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജി എന്താണെന്ന് കണ്ടു. അതിൻ്റെ ഡെഫിനേഷൻ നമ്മൾ മനസ്സിലാക്കി. എന്തൊക്കെയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് അതിൽ 3 പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളുണ്ടെന്ന് പറഞ്ഞു. ഇനി ഇന്ത്യയിലെ അതായത് പഞ്ചാബ്, ഹരിയാന എന്നീ സംസ്ഥാനങ്ങളാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ആദ്യമായിട്ട് ഇതിൻ്റെ ബെനിഫിറ്റ് വന്നിട്ടുള്ളത്. പിന്നെ അത് നമുക്ക് മനസ്സിലായി മറ്റു സ്റ്റേറ്റുകൾക്ക് അതായത് ആസാമിലോട്ടും വെസ്റ്റ് ബംഗാളിലും കേരളത്തിലോട്ടൊക്കെ എത്തി നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇന്നലെ സംസാരിച്ചു. Now we go through what are the important merits and demerits of green revolution. Last section of this topic is that what about the merits and demerits of green revolution. അപ്പോൾ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞ എന്താണ് ഹരിത വിപ്ലവം, അതിൻ്റെ മെറിറ്റുകളും ഡിമെറിറ്റുകളും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വി കം ടു വാട്ട് അബൌട്ട് ദ മെറിറ്റ് സൈഡ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ. ദാറ്റ് ഈസ് the first is that adoption of intensive approach. It create major breakthrough in Indian agriculture. Adoption of intensive approach. Adoption of intensive approach. It create major breakthrough in Indian agriculture. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. And second is that here there is due to green revolution it meeting the growing requirement or demand of food grains. Meeting the growing demands or requirement of food grains. And third is that rise in agricultural productivity. Rise agricultural productivity. And fourth is that spread effect. And last is that it help to the agro-based industries. These are the main important merits of green revolution. That is, because of the adoption of intensive approach, it create major breakthrough in Indian agriculture. അതായത് ഇത്തരത്തിലുള്ള ഒരു തീക്ഷ്ണമായ ഇന്റൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ, വളരെ ഉജ്ജ്വലമായ തീക്ഷ്ണമായ ഈ അപ്രോച്ച് നടപ്പിലാക്കിയത് മൂലം ഇറ്റ് ക്രിയേറ്റ് മേജർ ബ്രേക്ക് ത്രൂ. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ മുന്നേറ്റം അല്ലെങ്കിൽ ഒരു വഴിത്തിരിവായിട്ട് മാറുക. മേജർ ബ്രേക്ക് ത്രൂ ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ. ഇന്ത്യൻ അഗ്രികൾച്ചർ അല്ലെങ്കിൽ ഇന്ത്യൻ കാർഷിക മേഖലയിലെ ഒരു മുന്നോറ്റം അല്ലെങ്കിൽ വഴിത്തിരിവിന് ഇത് കാരണമായി. അതായത് ഒരു മുന്നേറ്റം അല്ലെങ്കിൽ വഴിത്തിരിവിന് ഇത് കാരണമായി. അപ്പം ബിക്കോസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ദി അഡോപ്ഷൻ ഓഫ് ഇന്റൻസീവ് അപ്രോച്ച് ഇറ്റ് ക്രിയേറ്റ് മേജർ ബ്രേക്ക് ത്രൂ ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ. കാർഷിക മേഖലയ്ക്ക് ഒരു വഴിതിരിവ് ഇതുകൊണ്ട് സാധ്യമായി അല്ലെങ്കിൽ ഒരു മുന്നേറ്റം ഇതുകൊണ്ട് കാരണമായി. ഇതാണ് ഒന്നാമത്തെ മെറിറ്റ് ആയിട്ട് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ഈസ് that is due to green revolution it satisfy the condition is that meeting the growing requirements or demands of food grains. Meeting the growing requirements of food grains. ഗ്രീൻ റവല്യൂഷൻ വന്നതോടുകൂടി നമ്മൾ മനസ്സിലാക്കിയതാണ് കാർഷിക ഉൽപാദനം കൂടുക. കാർഷിക ഉൽപാദനം കൂടി വന്നപ്പം ഇറ്റ് മീറ്റിംഗ് ദ ഗ്രോയിങ് ഡിമാൻഡ്സ് ഓഫ് പോപ്പുലേഷൻ കേട്ടോ. ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്താവശ്യങ്ങളാണ്, ഭക്ഷ്യധാന്യങ്ങളുടെ ആവശ്യങ്ങൾ ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിച്ചു കേട്ടോ. മീറ്റിംഗ് ദ ഗ്രോയിങ് ഡിമാൻഡ്സ് ഓഫ് അല്ലെങ്കിൽ റിക്വയർമെന്റ്സ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. ഭക്ഷ്യധാന്യങ്ങളുടെ ആവശ്യങ്ങളെ നിലനിർത്തി കൊണ്ടുപോകാൻ അല്ലെങ്കിൽ അത് സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പം നമുക്കിവിടെ ക്ഷാമം ഒരു പരിധി വരെ ഓവർകം ചെയ്യാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. രണ്ടാമത്തെ മെറിറ്റ്. And third is that is rise in agricultural productivity. അതായത് ഈ ഗ്രീൻ റവല്യൂഷൻ വന്നതോടുകൂടി ഇറ്റ് ഇൻക്രീസ് അവർ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. കാർഷിക ഉൽപാദനക്ഷമത 10 മടങ്ങ് വർദ്ധിപ്പിക്കാനായിട്ട് സാധിച്ചു. റൈസ് ഇൻ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. അപ്പം നമ്മൾ മനസ്സിലാക്കിയതാണ് ഇന്നലെ ഞാൻ പറഞ്ഞു, ഈ ഗ്രീൻ റവല്യൂഷൻ ആദ്യമായിട്ട് കൂടുതലായിട്ട് ഉൽപാദനക്ഷമത പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷൻ കൂടിയത് വീറ്റിലായിരുന്നു. ഇത് എന്താണ് മറ്റു മേഖലകളിലേക്കും, അതായത് ഗോതമ്പിന്റെ അത്ര ഉൽപാദനക്ഷമത ഇല്ലെങ്കിലും മൊത്തത്തിലെ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട് സാധിച്ചു. അപ്പോൾ ഒരു വശത്ത് ഗ്രോയിങ് ഡിമാൻഡ് ഫുൾഫിൽ ചെയ്യാൻ സാധിക്കുന്നു. 2 ഇന്റൻസീവ് അപ്രോച്ച് വന്നതോടുകൂടി നമുക്ക് മനസ്സിലായി ഇവിടെ അഗ്രികൾച്ചറൽ ബ്രേക്ക് ത്രൂ കൊണ്ടുവന്നു അല്ലെങ്കിൽ ഒരു മുന്നേറ്റം സാധ്യമാകുന്നു.
മൂന്നാമത് ഇൻക്രീസ് അവർ അഗ്രികൾച്ചറൽ പ്രൊഡക്ടിവിറ്റി. വീറ്റിന് മാത്രമല്ല മൊത്തത്തിലെ ഒരു കാർഷിക ഉൽപാദനക്ഷമത കൂട്ടാനായിട്ട് സാധിക്കുന്നു. And next is that spread effect. അതായത് കൃഷി, അതായത് ഇത്തരത്തിലുള്ള ഗ്രീൻ റവല്യൂഷൻ വന്നതോടുകൂടി നമുക്കറിയാം മൊത്തത്തിലെ എല്ലാ മേഖലകളിലോട്ടും, അതായത് അഗ്രികൾച്ചർ സെക്ടറിലെ, അതായത് നമുക്കറിയാം അഗ്രികൾച്ചർ ആൻഡ് നോൺ അഗ്രികൾച്ചർ സെക്ടർ. നോൺ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ കാർഷിക ഉൽപാദനം വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു മറ്റ് സംസ്ഥാനങ്ങളിലോട്ട് ഇത് വ്യാപിക്കുന്നു. ഗോതമ്പിന് മാത്രമല്ല, വീറ്റിന് മാത്രമല്ല, വീറ്റിനാണ് ഏറ്റവും കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂടിയത്. എന്നാൽ മറ്റു അഗ്രികൾച്ചർ ക്രോപ്സിനും ഇതോടുകൂടി ഒരു ഉണർവ് സംഭവിച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങളിലെ ഉൽപാദനക്ഷമത വർദ്ധിക്കാനും ആ പ്രദേശം പ്രത്യേകം വികസിക്കാനും സാധിക്കുന്നു. അങ്ങനെ എല്ലാ തരങ്ങളിലും ഒരു സ്പ്രെഡ് ഇഫക്റ്റ്, അതായത് വിവിധങ്ങളായ ഒരു ഇഫക്റ്റ് എല്ലായിടത്തും വ്യാപിപ്പിക്കുന്ന ഒരു കാർഷിക വികസനമാണ് സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടായത്. ഇൻക്രീസ് ദ സ്പ്രെഡ് ഇഫക്റ്റ്. And last is that it helped to the agro-based industries. That is how it helped to the agro-based industries. Because of agriculture production, mainly the commercial crops. Commercial crops ന്റെ ഉൽപാദനം കൂട്ടിയപ്പോൾ, അതായത് നാണ്യവിളകളുടെ ഉൽപാദനം കൂടിയപ്പോൾ, അല്ലെങ്കിൽ വാണിജ്യ വിളകളുടെ ഉൽപാദനം കൂടിയതോടുകൂടി these crops help to the improvement in our agro-based industries. It helped for the improvement of agro-based industries because of the improvement or increase the production of commercial crops. നാണ്യവിളകളുടെ ഉൽപാദനം കൂടിയതോടുകൂടി അഗ്രോ-ബേസ്ഡ് ഇൻഡസ്ട്രീസിന് പുത്തൻ ഉണർവ് ഉണ്ടാകാനായിട്ട് സാധിച്ചു. These are the main important merits here. അപ്പം one is the adoption of intensive approach. It create major breakthrough in Indian agriculture. കാർഷിക മേഖലയിലെ ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒരു വഴിത്തിരിവ് ഇതുകൊണ്ട് സാധിച്ചു, തീക്ഷ്ണമായ കാർഷിക രീതി നടപ്പിലാക്കിയപ്പോൾ. രണ്ടാമത്, ബിക്കോസ് ഓഫ് ഗ്രീൻ റവല്യൂഷൻ, ഇറ്റ് മീറ്റിംഗ് ദ ഗ്രോയിങ് ഡിമാൻഡ്സ് ഓഫ് ഇതിന്റെയാണ് ദ റിക്വയർമെന്റ്സ്, അല്ലെങ്കിൽ ഗ്രോയിങ് ഡിമാൻഡ്സ് ഓഫ് ഫുഡ് ഗ്രെയിൻസ്. അതായത് ഒന്നുകിൽ റിക്വയർമെന്റ്സ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഡിമാൻഡ് എന്ന് ഉപയോഗിക്കാം. ഭക്ഷ്യധാന്യങ്ങളുടെ ആവശ്യങ്ങൾ, ജനസംഖ്യ കൂടുമ്പോൾ നമുക്കറിയാം ഭക്ഷ്യധാന്യങ്ങളുടെ ആവശ്യം കൂടുന്നു. അത് ഒരു പരിധിവരെ സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചു. മൂന്നാമത് നമ്മൾ കണ്ടു റേസ് അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി, കാർഷിക ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കുന്നു. നാലാമത് സ്പ്രെഡ് ഇഫക്റ്റ്, അതായത് ഗോതമ്പിന്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കുന്നതോടൊപ്പം increase the wheat production, at the same time it automatically increase the production of other agriculture crops. At the same time, not only confined to a particular state, it spread to all other states. കണ്ടോ, പഞ്ചാബ് ഹരിയാനയിൽ മാത്രം ഒതുക്കി നിർത്താതെ മറ്റു സ്റ്റേറ്റുകളായ ആസാം, വെസ്റ്റ് ബംഗാൾ, കേരള ഇവിടോട്ടൊക്കെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. നമ്മൾ ഇന്നലെ ഞാൻ പെട്ടെന്ന് കേരളത്തിന് ഇന്ത്യ എന്ന് ഉപയോഗിച്ച കേരള എന്ന് ഞാൻ പെട്ടെന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കമ്പാരിസൺ പെട്ടെന്ന് ഓർത്തു. അവിടെ കേരളം എന്നാണ് പറയേണ്ടത്. ഇനി നാലാം നമ്മൾ പറഞ്ഞു സ്പ്രെഡ് ഇഫക്റ്റ്. സ്പ്രെഡ് ഇഫക്റ്റ് ഇത് തന്നെ നമുക്ക് മനസ്സിലായി, എല്ലായിടത്തും ഇത് വ്യാപിപ്പിക്കാനായിട്ട്, സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിച്ചു. And last is that because of the production of commercial crops, it helped to the agro-based industry. നമ്മൾ ആരെ അഗ്രോ-ബേസ്ഡ് എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയിലെ ആസ്പദമാക്കിയുള്ള വ്യവസായം. ഉദാഹരണമായിട്ട് കോട്ടൺ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി, ഷുഗർ ഇൻഡസ്ട്രി ഉണ്ടോ, ഇവയൊക്കെ നമ്മൾ എന്ത് പറയുന്നു, അഗ്രോ-ബേസ്ഡ് ആണ്. ഉണ്ടോ, അഗ്രോ-ബേസ്ഡ് ഇൻഡസ്ട്രി. അപ്പം ദീസ് ഇൻഡസ്ട്രീസ് flourished because of the improvement in the commercial crops. These are the main important merits of green revolution. Then we come to the last side here. What about the demerits of green revolution? അടുത്ത് നമ്മൾ സംസാരിക്കുന്നത് what about the demerits of green revolution. ഗ്രീൻ റവല്യൂഷന്റെ ഡീമെറിറ്റുകൾ എന്താണ് നോക്കുക. ആദ്യമായിട്ട് ഡീമെറിറ്റ് സംസാരിക്കുമ്പോൾ ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയാം, ഇറ്റ് ഇൻക്രീസ് അൺഎംപ്ലോയ്മെന്റ്. അതായത് ഗ്രീൻ റവല്യൂഷൻ ഇൻക്രീസ് അൺഎംപ്ലോയ്മെന്റ്. വൈ ഇറ്റ് ഇൻക്രീസ് അൺഎംപ്ലോയ്മെന്റ്? ബിക്കോസ് ഓഫ് ദ മെക്കനൈസേഷൻ. That is the adoption of mechanization, it create the problem of unemployment. അതായത് ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജിയിൽ നമ്മൾ കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള സീഡ്സ് കൊണ്ടുവന്നു, ഫെർട്ടിലൈസേഴ്സ് കൊണ്ടുവന്നു, ഇറിഗേഷൻ കൊണ്ടുവന്നു, ഫിനാൻസ് കൊണ്ടുവന്നു, മെഷീൻസ്, ടൂൾസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. തന്മൂലം തൊഴിലില്ലായ്മ രൂക്ഷമാകാനായിട്ട് ഇതിന് കാരണമായി. ഇൻക്രീസ് ദ അൺഎംപ്ലോയ്മെന്റ്.
And second is that emergence of capitalist farming. Here there is a emergence of capitalist farming. Why it create capitalist farming? അതായത് മുതലാളിത്ത കൃഷി രീതിയാണ് നടപ്പിലാക്കിയത്. Why? Because green revolution mainly benefit to the big farmers rather than small farmers. Green revolution mainly benefited to the big farmers rather than the small farmers. അതായത് ഗ്രീൻ റവല്യൂഷൻ കൊണ്ട് കൂടുതലായിട്ട് എന്താണ് ബെനിഫിറ്റ് അല്ലെങ്കിൽ നേട്ടം കിട്ടിയിട്ടുള്ളത് ബിഗ് ഫാർമേഴ്സിനാണ്. തന്മൂലം ഇത് മുതലാളിത്ത വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിസ്റ്റ് ഫാമിംഗ്, ഇപ്പൊ നമുക്കറിയാം ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലെ ഭൂരിഭാഗം കർഷകരും സ്മോൾ ആൻഡ് മാർജിനൽ ആണ്. ഇതുകൊണ്ട് പലപ്പോഴും വൻകിട കർഷകർക്കാണ് ഇതുകൊണ്ട് കാരണം. ഹിയർ ദർ ഇസ് എ emergence of capitalist farming because green revolution mainly benefit to the big farmers. വൻകിട കർഷകർക്കാണ് ഇതുകൊണ്ട് ഉപയോഗമായിട്ടുള്ളത്. അതുകൊണ്ട് മുതലാളിത്ത രീതിയിലുള്ള ഒരു കൃഷി രീതി സമ്പദ് വ്യവസ്ഥയിൽ വരുന്നു. മൂന്നാമത് പറയുന്നു that is it create regional disparity. റീജിയണൽ ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? പ്രാദേശിക അസമത്വം. എന്തുകൊണ്ടാണ് പ്രാദേശിക അസമത്വം എന്ന് പറഞ്ഞാൽ? നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു ഗ്രീൻ റവല്യൂഷനിലെ 3 പ്രോഗ്രാമുകളാണുള്ളത്. ആരൊക്കെയാ? IADP ഉണ്ട്, IAAP ഉണ്ട്, HYVP ഉണ്ട്. ഇതില് ആദ്യത്തെ ഞാൻ പറഞ്ഞപ്പം അല്ലെ IADP എന്ന് പറഞ്ഞാൽ ഇന്റൻസീവ് ഏരിയ ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഒന്നാമത്തെ പ്രോഗ്രാം 1960കളിലാണ് കൊണ്ടുവന്നത്. ഈ പ്രോഗ്രാമിന്റെ പ്രത്യേകത നമ്മളൊരു പൈലറ്റ് പ്രോജക്റ്റ് അല്ലെങ്കിൽ പൈലറ്റ് പ്രോഗ്രാം ആയിട്ടാണ് ഇതിനെ പറയാം. കാരണം ഇനി ആദ്യമായിട്ടാണ് ഇത് നടപ്പിലാക്കിയത്. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പ്രോഗ്രാം സെലക്ടഡ് 7 ഡിസ്ട്രിക്റ്റിലാണ് കൊണ്ടുവന്നത്, തിരഞ്ഞെടുത്ത 7 ജില്ലകളിലെ. രണ്ടാമത്തെ പ്രോഗ്രാമായപ്പോൾ ഒന്നുകൂടി ഇത് വ്യാപിച്ചു കണ്ടോ. അപ്പൊ ഇന്റൻസീവ് അഗ്രികൾച്ചർ ഏരിയ പ്രോഗ്രാം ആക്കി മാറ്റി കൂടുതൽ സ്ഥലങ്ങളിലോട്ട് ഇത് വ്യാപിപ്പിച്ചു. തന്മൂലം ചില സംസ്ഥാനങ്ങൾക്ക് അല്ലെങ്കിൽ ചില ജില്ലകളിലാണ് ഇത് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത്. സോ ഇറ്റ് ക്രിയേറ്റ് റീജിയണൽ ഡിസ്പാരിറ്റി. പ്രാദേശിക അസമത്വം ഉണ്ടാകാനായിട്ട് ഇത് കാരണമാകുന്നു. ഇതാണ് മറ്റൊരു ദോഷഫലം. ഇറ്റ് ക്രിയേറ്റ് റീജിയണൽ ഡിസ്പാരിറ്റി. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് ഈസ് ദാറ്റ് ഇൻകം ഇൻഈക്വാളിറ്റി. അടുത്ത പോയിന്റ് ആണ് ഇൻകം ഇൻഈക്വാളിറ്റി. എന്താ ഇൻകം ഇൻഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഇൻകം ഇൻഈക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മെയിൻലി ബെനിഫിറ്റ് ടു ദ റിച്ച് ഫാമേഴ്സ്. അതുകൊണ്ട് ഇറ്റ് ഇൻക്രീസ് ദ ഗാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് ദ പൂർ. അതായത് ഗ്രീൻ റവല്യൂഷൻ കൊണ്ട് വൻകിട കർഷകർക്കാണ് ഏറ്റവും കൂടുതൽ ആനുകൂല്യം കിട്ടിയത്. എന്നാൽ ഇതുകൊണ്ട് മറ്റുള്ളവരെ കൂടുതലായിട്ട് തഴയുന്നൊരു രീതിയാണ് വന്നിട്ടുള്ളത്, പ്രത്യേകിച്ച് പാവപ്പെട്ട കർഷകരെ. ഇതുകൊണ്ട് ഇറ്റ് ക്രിയേറ്റ് ഇൻഈക്വാളിറ്റി, ദാറ്റ്സ് ക്രിയേറ്റ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് ദ പൂർ. ഇതാണ് പ്രധാനപ്പെട്ട, അതായത് ഈ പലപ്പോഴും ഇനി മാത്രമല്ല ഒന്നുകൂടി ഉണ്ട്. ഹിയർ ദർ ഈസ് എ വീറ്റ് റവല്യൂഷൻ. വീറ്റ് റവല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഹരിത വിപ്ലവം കൊണ്ട് മെയിൻലി ബെനിഫിറ്റ് ടു ദ ക്രോപ്പ് വീറ്റ് റാദർ ദാൻ അതർ ക്രോപ്സ്. മറ്റു വിളകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് വീറ്റിനാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വിളിക്കുന്നതിനെ വീറ്റ് റവല്യൂഷൻ എന്ന് പറയുന്നു. ദീസ് ആർ ദ മെയിൻ ഡ്രോബാക്സ് ഹിയർ. വൺ ഈസ് ദാറ്റ് ഹിയർ ദർ ഈസ് എ ഒന്നാമത് ഇൻക്രീസ് അൺഎംപ്ലോയ്മെന്റ് ബിക്കോസ് ഓഫ് മെക്കനൈസേഷൻ. യന്ത്രവൽക്കരണം വന്നതോടുകൂടി ജനങ്ങളുടെ തൊഴില് നഷ്ടപ്പെട്ടു. രണ്ടാമത് ക്യാപിറ്റലിസ്റ്റ് ഫാമിംഗ്, അതായത് മുതലാളിത്ത കൃഷി വരുന്നു. കാരണം ഈ ഗ്രീൻ റവല്യൂഷൻ കൊണ്ട് മെയിൻലി ബെനിഫിറ്റ് ടു ദ റിച്ച് ഫാമേഴ്സ് റാദർ ദാൻ സ്മോൾ. ഇറ്റ് ക്രിയേറ്റഡ് ക്യാപിറ്റലിസ്റ്റ് ഫാമിംഗ്. ആൻഡ് തേർഡ് ഈസ് ദാറ്റ് ഇറ്റ് ക്രിയേറ്റ് റീജിയണൽ ഡിസ്പാരിറ്റി. എല്ലാ സ്ഥലങ്ങളിലും ഒരുപോലെ നടപ്പിലാക്കാനായിട്ട് ഗ്രീൻ റവല്യൂഷൻ കൊണ്ട് സാധിച്ചിട്ടില്ല. ചില തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ മാത്രം കൊണ്ടുവരാം. ഇതുകൊണ്ട് പ്രാദേശിക അസമത്വത്തിന് ഇത് വഴിവെക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ഇൻകം ഇൻഈക്വാളിറ്റി. അതായത് ഗ്രീൻ റവല്യൂഷൻ മെയിൻലി ബെനിഫിറ്റ് ടു ദ റിച്ച് ഫാമേഴ്സ്, കംപ്ലീറ്റ്ലി നെഗ്ലക്റ്റഡ് സ്മോൾ ആൻഡ് പുവർ ഫാമേഴ്സ്. ചെറുകിട കർഷകരെ തഴഞ്ഞുകൊണ്ട് വൻകിട കൃഷിക്കാർക്ക് അല്ലെങ്കിൽ കർഷകർക്കാണ് ഇതുകൊണ്ട് കൂടുതലായിട്ട് ആനുകൂല്യം ലഭിച്ചത്. ആൻഡ് ലാസ്റ്റ് ഈസ് ദാറ്റ് വീറ്റ് റവല്യൂഷൻ. നമ്മൾ പറയുമ്പോൾ ഗ്രീൻ റവല്യൂഷൻ കൊണ്ട് മൊത്തത്തിലെ ഉൽപാദനം കൂടി എന്ന് പറഞ്ഞാലും ഏറ്റവും
ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയത് ഈ ക്രോപ്പിനാണ്, വീറ്റിനാണ്. ഇതുകൊണ്ട് പലപ്പോഴും ഞാൻ ഇന്നലെ നമ്മൾ സംസാരിച്ചതാണ്, നിക്നെയിമായിട്ട് കളിയാക്കി നമ്മൾ പറയാറുണ്ട് വീറ്റ് റെവല്യൂഷൻ. ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ഗ്രീൻ റെവല്യൂഷൻ. അപ്പോൾ കഴിഞ്ഞ പോലത്തെ 2019 ഇത് എനിക്ക് തോന്നുന്നു ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണ് വന്നത്. 17 തോന്നുന്നു. ഇത് എസ്സേ ചോദിച്ചിട്ടുണ്ട്, വാട്ട് അബൌട്ട് ദ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. അപ്പം ഇതാണ് ഒരു ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അത് മുന്നേ ഞാൻ ആ ക്ലാസ്സിലെ മുന്നത്തെ നമ്മൾ ആ വീഡിയോയിൽ നോക്കി കാണാൻ നിങ്ങൾക്ക് അറിയാം അതിന്റെ എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നുണ്ട്, എന്തൊക്കെയാണ് അതിന്റെ പ്രത്യേകതകൾ, മെറിറ്റുകൾ എന്താണെന്നൊക്കെ നമ്മൾ. അപ്പൊ ജസ്റ്റ് ഞാനിത് എന്താണെന്ന് മാത്രം പറയാം, എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് മൂവ് ചെയ്യാം. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് റെപ്രസെന്റ് ആസ് സെയിൽ ദ ഷെയർസ് ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് by, that is, sale the shares of public sector undertakings by the government. Sale the shares of public sector undertakings by the government. Sale the shares of public sector undertakings by the government. എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ സർക്കാർ വിറ്റഴിക്കുക. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഷെയറുകൾ സർക്കാർ വിറ്റഴിക്കുക. എന്തിനു വേണ്ടി വിറ്റഴിക്കുന്നു? എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? വൈ ദ ഗവൺമെന്റ് ഈസ് ലയബിൾ ടു സെയിൽ ദ ഷെയർ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ്. ലയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് വിൽക്കാനായിട്ടുള്ള ബാധ്യസ്ഥത. അതായത് എന്തുകൊണ്ടാണ് അത് ഉണ്ടായിട്ടുള്ളത്? കാരണം ഇഫ് ദ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആർ റണ്ണിംഗ് വിത്ത് ലോസസ്, നഷ്ടങ്ങൾ വരുമ്പോൾ ടു അവോയ്ഡ് ദ ലോസസ്, നഷ്ടസാധ്യത ഒഴിവാക്കാനായിട്ട് സർക്കാർ കൊണ്ടുവന്ന എന്താണ് ഒരു സ്കീം അല്ലെങ്കിൽ പ്രോഗ്രാമാണ് ഇത് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. അതായത് പതുക്കെ അവരുടെ ഷെയർ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് അത് പ്രൈവറ്റിന് വിറ്റഴിക്കുക. ദാറ്റ് ഈസ് സെയിൽ ദ ഷെയർ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ബൈ ദ ഗവൺമെന്റ്. അങ്ങനെ ദാറ്റ് ഈസ് സെയിൽ ദ ഷെയർ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ബൈ ദ ഗവൺമെന്റ് മെയിൻലി ഫോർ ദ പർപ്പസ് ഈസ് ദാറ്റ് ടു ഗെറ്റ് ഓർ ടു റിസീവ് ക്യാഷ്. സർക്കാർ ഷെയർ വിൽക്കുമ്പോൾ, അതായത് പ്രൈവറ്റിന് ഷെയർ വിൽക്കുമ്പോൾ, ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിന്റെ ഷെയർ വിൽക്കുമ്പോൾ സർക്കാരിന് എന്താണ് നഷ്ടം ഒഴിവാക്കാൻ മാത്രമല്ല സ്വകാര്യ വ്യക്തികൾ വാങ്ങിക്കുമ്പോൾ അവർക്കിത് ഈസി ആയിട്ട് നടത്തി കൊണ്ടുപോകാൻ സാധിക്കും. ആ തുടക്കത്തിലെ ആ ക്ലാസ്സുകളിൽ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് പ്രൈവറ്റ് സെക്ടറിന്റെയും പബ്ലിക് സെക്ടറിന്റെയും വ്യത്യാസം എന്താണ്. കാരണം പ്രൈവറ്റ് സെക്ടറും നമുക്കറിയാം ലാഭ ഇച്ഛയോട് മാത്രമേ പ്രവർത്തിക്കുള്ളൂ. പബ്ലിക് സെക്ടറിന്റെ പ്രത്യേകത അങ്ങനെ ലാഭത്തെ കൺസിഡർ ചെയ്യാതെ ജനറൽ ബെനിഫിറ്റ്, അതായത് എല്ലാവർക്കും പൊതുവായിട്ടുള്ള നേട്ടത്തെ, സൊസൈറ്റിയുടെ നേട്ടത്തെ മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടാണ് പബ്ലിക് സെക്ടർ വർക്ക് ചെയ്യുക. മാത്രമല്ല എസെൻഷ്യൽ ആയിട്ടുള്ള വസ്തുക്കളെ മുഴുവൻ ആരാ കൊടുക്കുന്നത്? സർക്കാർ. എന്നാൽ പ്രൈവറ്റിന് അങ്ങനെയുള്ള യാതൊരു നിബന്ധനകളില്ല. ഇതുകൊണ്ട് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് റെപ്രസെന്റ് ആസ് സെയിൽ ദ ഷെയർ ഓഫ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ബൈ ദ ഗവൺമെന്റ് ടു ഗെറ്റ് ക്യാഷ് ഫോർ ദ ഗവൺമെന്റ്. അതായത് എന്തിനു വേണ്ടിയാ? ഇവരുടെ ഷെയറുകൾ വിറ്റഴിക്കുക. സർക്കാർ ഈ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആരാണോ നഷ്ടത്തിലോടുന്നത്, നഷ്ടസാധ്യതയുള്ള വ്യവസായങ്ങളെ അല്ലെങ്കിൽ അണ്ടർടേക്കിംഗ്സിനെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പ്രൈവറ്റിന് വിറ്റഴിക്കുക. അങ്ങനെ നഷ്ടസാധ്യതയെ ഒഴിവാക്കുക. അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് മുൻ ക്ലാസ്സുകളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ അവിടെ നോക്കി പഠിക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാകാൻ വേണ്ടി മാത്രമേ ഞാനത് പറയുന്നു. ഇതും അടുത്ത ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെയാണ്. മുൻ ക്ലാസ്സിൽ ഞാൻ വീഡിയോയിൽ വന്നിട്ടുണ്ട്, എന്താണെന്ന് ഞാൻ മാത്രം പറയാം. വാട്ട് അബൌട്ട് ദ ഫിനാൻസ് കമ്മീഷൻ? ഫിനാൻസ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ്ഡ് ദ ഇയർ ഓഫ് 1951. 51 ഇത് സ്ഥാപിതമായത്. അതായത് ആർട്ടിക്കിൾ 280 ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ ഭരണഘടനയുടെ 250 ആർട്ടിക്കിളിലാണ് ഫിനാൻസ് കമ്മീഷനെ പറ്റി സർക്കാർ പറയുന്നത്. ഇതിന്റെ പ്രത്യേകത, ദ പർപ്പസ് ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഈസ് ദാറ്റ്, അതായത് ഇറ്റ് മെയിൻലി കൺസേൺ ദ ഫിനാൻഷ്യൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. It mainly concerned the financial relations between central and state government.
അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പണപരമായ ഇടപാടുകളെ തീരുമാനിക്കുക, ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഫിനാൻസ് കമ്മീഷനുകളുടെ ഉദ്ദേശം. That is, it mainly define that is the financial relations between central and state government. അതായത് സെൻട്രൽ ആൻഡ് നോട്ട് സെൻട്രൽ, സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റിന്റെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഫിനാൻഷ്യൽ റിലേഷൻസ് ആണ് ഇതിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. ഇനി ഓരോ 5 വർഷമാണ് ഇതിന്റെ കാലാവധി. ഫിനാൻസ് കമ്മീഷന്റെ കാലാവധി 5 years ആണ്. എവറി ഇയർ, അതായത് 5 കൊല്ലം കഴിയുമ്പോഴും ഇത് നമ്മൾ പുതിയ ഫിനാൻസ് കമ്മീഷനെ നമ്മൾ രൂപപ്പെടുത്തും. ഈ ഫിനാൻസ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്ന ആളാണ് ഇന്ത്യൻ പ്രസിഡന്റ്. ഇന്ത്യൻ പ്രസിഡന്റ് ആണ് ഫിനാൻസ് കമ്മീഷന്റെ ചെയർമാനെ തിരഞ്ഞെടുക്കുന്നത്. ചെയർമാന്റെ സഹായത്തോടു കൂടി 4 മെമ്പേഴ്സും ചെയർമാനും കൂടി ഉണ്ടാവും. അപ്പൊ മൊത്തത്തില് 5 പേരടങ്ങിയതാണ് ഫിനാൻസ് കമ്മീഷൻ. The first is the chairman and he is assisted with 4 members. Then totally 5 members are included in finance commission. അപ്പം കാലാവധി 5 കൊല്ലമാണ്. ചെയർമാനും 4 അംഗങ്ങളുമാണ് ഇതിലുണ്ടാകുക. ഇവരെ തിരഞ്ഞെടുക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇപ്പം 14ാമത്തെ ഫിനാൻസ് കമ്മീഷൻ അവസാനിച്ചു, 15ാമത്തെ തുടങ്ങി. 15ാമത്തെ ഫിനാൻസ് കമ്മീഷന്റെ കാലാവധി അതായത് 2020 തുടങ്ങി 2025 ആണ്. അപ്പോൾ ഓരോ ഫിനാൻസ് കമ്മീഷന്റെയും ആവശ്യകത എന്ന് പറഞ്ഞ് ടു ഡിഫൈൻ ദ ഫിനാൻഷ്യൽ റിലേഷൻസ് ബിറ്റ്വീൻ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്. 1951 ഇത് ആരംഭിച്ചത്. ഇതും ഈ മുൻ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ അതിൽ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ എന്താണ് 14 ഫിനാൻസ് കമ്മീഷന്റെ കാലാവധി, കാലഘട്ടം എന്ന് തുടങ്ങി, എന്ന് അവർ എസ്റ്റാബ്ലിഷ്, ആരാണ് അതിന്റെ ചെയർമാൻ എന്നൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. നിങ്ങൾക്ക് അതിൽ പോയി കഴിഞ്ഞാൽ കാര്യങ്ങൾ വ്യക്തമാവും. അപ്പൊ ഇത് നിങ്ങൾക്ക് ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇമ്പോർട്ടൻസ് ആയിട്ട് പറയാനുള്ളത് മാത്രമേ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇതുപോലെ കണ്ട ഒന്നാണ് but about the reasons for the introduction of new economic policy. അതും അന്ന് ഞാൻ പറഞ്ഞതാണ് reasons for the introduction of new economic policy അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദ ഇൻട്രഡക്ഷൻ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി. 2 രീതിയിൽ ചോദിക്കാം. അപ്പൊ അന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്, ഒന്നുകിൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ റീസൺസ് ഫോർ ദ ഇൻട്രഡക്ഷൻ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി. പലവിധ കാരണങ്ങളാണ് പറയുന്നത്. ഒരു വശത്ത് അന്ന് കാലത്ത് ഉണ്ടായിരുന്ന ഗൾഫ് വാർ വന്നപ്പോൾ നമുക്കറിയാം എന്താണ്, ഇറ്റ് ഇൻക്രീസ് ദ ഓയിൽ പ്രൈസ് കണ്ടോ. അതായത് ഓയിൽ പ്രൈസിന്റെ, അതായത് ഓയിലിന്റെ വില കൂടുന്നു. ഇത് എന്തിന് കാരണമാകുന്നു? ന്യൂ ഇക്കണോമിക് പോളിസി വരാനായിട്ട് കാരണമാകുന്നു. പിന്നെ നമ്മൾ കണ്ടു എഫ് ഡി എന്ന് പറഞ്ഞാൽ ഫിസ്ക്കൽ ഡെഫിസിറ്റ്, നോട്ട് ദിസ് ഫിക്സഡ് ഡെപ്പോസിറ്റ് ബട്ട് ദിസ് ഈസ് ഫിസ്ക്കൽ ഡെഫിസിറ്റ്. അതായത് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ഡെഫിസിറ്റ്, അതായത് റവന്യൂവിനേക്കാൾ കൂടുതലായിട്ട് എക്സ്പെൻഡിച്ചർ വരുന്നു. ഇതാണ് പിന്നെ കണ്ടത്. പിന്നെ നമുക്ക് തോന്നി ഫോറിൻ റിസർവ്സ് കുറഞ്ഞു പോകുന്നു. ഹിയർ ദർ ഈസ് എ ഡിക്രീസ് ദ ഫോറിൻ റിസർവ്സ്. എന്തുകൊണ്ടാണ് ഫോറിൻ ഏർണിങ്സ് അല്ലെങ്കിൽ റിസർവ്സ് കുറഞ്ഞു പോയത്? ബിക്കോസ് ഓഫ് ഇൻക്രീസിങ് ഇമ്പോർട്ട്സ്. ഇറക്കുമതി കൂടി വരുമ്പോൾ നമ്മുടെ എന്താണ് വരുമാനത്തിന്റെ അളവ്, റിസർവ്സ്, അതായത് വിദേശ വരുമാനത്തിലുള്ള കുറവ് കാണാനായിട്ട് ഇടയാകുന്നു. ഇതാണ് ഫോറിൻ റിസർവ്സിലുള്ള കുറവ്. പിന്നെ ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ക്രൈസിസ്. ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ക്രൈസിസ് എന്ന് പറഞ്ഞാൽ അതും അന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നുണ്ട്. ആരാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ, അതായത് എക്സ്പോർട്ട് എന്താണ്, അതായത് ടേംസ് ഓഫ് ട്രേഡിലെ നമുക്കറിയാം എക്സ്പോർട്ട് ഇമ്പോർട്ടിനെ പറ്റി പ്രതിപാദിക്കുന്നു. അത് ഓൺലി ദ ഗുഡ്സ് അല്ലെ. ഇനി അതില് വിസിബിൾ ആൻഡ് ഇൻവിസിബിൾ ഐറ്റംസ്, അതൊക്കെ അന്നത്തെ ഡീറ്റെയിൽഡ് വീഡിയോ നിങ്ങൾക്ക് ഉണ്ടായത്. ഇൻവിസിബിൾ ഐറ്റംസും കൂടി വരുമ്പോഴാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ഇതിൽ ഈ ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഏതാ കൂടുതൽ? അതായത് ചെലവ്, അതായത് ഇത്തരത്തിലുള്ള കടങ്ങളാണ് കൂടുതലായിട്ട് വരുന്നത്. ഇത് ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ക്രൈസിസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. അപ്പം ഒരു വശത്ത് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിലുള്ള കുറവ്, പിന്നെ ഇറക്കുമതിയിൽ ഇമ്പോർട്ട് കൂടുതലായി ഇൻക്രീസിങ് ഇമ്പോർട്ട്, ബാലൻസ് ഓഫ് പേയ്മെന്റിന്റെ ക്രൈസിസ്, ഫിസിക്കൽ ഡെഫിസിറ്റ്, ഗൾഫ് വാർ വരുന്നു. അപ്പോൾ എന്തുണ്ടാകുന്നു? ഓയിലിന്റെ വില കൂടുന്നു. ഇങ്ങനെ ഇനി അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള മുൻ നോട്ടുകൾ വീഡിയോയിൽ നിങ്ങൾക്ക് പോയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്താണ് വാട്ട് അബൌട്ട് ദ ബാക്ക്ഗ്രൗണ്ട് ഓർ റീസൺസ് ഫോർ ദ ഇൻട്രഡക്ഷൻ ഓഫ് റീസൺസ് ഫോർ ദി ഇൻട്രഡക്ഷൻ ഓഫ് ന്യൂ ഇക്കണോമിക് പോളിസി. അപ്പൊ ഇവിടെ എന്താണ് ഫിനാൻസ് കമ്മീഷൻ നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഇതുപോലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്താണെന്ന് കാണുക. പിന്നെ എന്താണ് റീസൺസ് ഓർ ബാക്ക്ഗ്രൗണ്ട് ഫോർ ദ ന്യൂ ഇക്കണോമിക് പോളിസി. ഇതും പലപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ കാണുന്നതാണ്. And next is that import substitution.
ഇതും പല ക്വസ്റ്റ്യൻ പേപ്പറിൽ, അതായത് 2019 ഞാൻ കണ്ടതാണ്, 17 അതുപോലെ 18 കണ്ട ഒന്നാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇറക്കുമതി പ്രതിസ്ഥാപനമായിട്ട് വർത്തിക്കുക. ഇനി ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ, അതായത് ഡിസ്കറേജ് ഇമ്പോർട്ട്സ് ആൻഡ് ടു പ്രൊമോട്ട് ഓർ ടു എൻകറേജ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. ഡിസ്കറേജ് ഇമ്പോർട്ട്സ്, ഇറക്കുമതിയെ നമ്മൾ ഡിസ്കറേജ് ചെയ്തിട്ട് എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു? പ്രൊമോട്ട് ഓർ എൻകറേജ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്. രാജ്യത്തിന്റെ അകത്തുള്ള, അതായത് രാജ്യത്തിന്റെ അകത്ത് കൂടുതലായിട്ട് ഉൽപാദനം നടത്തുക, അതായത് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഫോറിൻ ഗുഡ്സ് ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതിനു ബദലെ നമ്മൾ എന്ത് ചെയ്യണം? ആ ഏതൊക്കെ ഗുഡ്സ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ തന്നെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ആയിട്ട് നടത്തുക, രാജ്യത്തിന്റെ അകത്തത് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടോ. ഇതുകൊണ്ട് ഡിസ്കറേജ് ഇമ്പോർട്ട്സ്, ഇറക്കുമതിയെ നമ്മൾ നിരുത്സാഹപ്പെടുത്തുകയും എൻകറേജ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ്, രാജ്യത്തിന്റെ വസ്തുക്കളെ കൂടുതലായിട്ട് അവയെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ എൻകറേജ് ചെയ്യുകയും ചെയ്യുക. തന്മൂലം ഫോറിൻ ഗുഡ്സിന്റെ ഡിപ്പെൻഡൻസ്, ഇറ്റ് റെഡ്യൂസ് ദ ഡിപ്പെൻഡൻസ് ഓഫ് ഫോറിൻ ഗുഡ്സ്. ഫോറിൻ ഗുഡ്സിന്റെ ആശ്രയം, അതായത് അവരെ ആശ്രയിക്കുന്ന രീതി ഇമ്പോർട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് കൂടുതൽ നമുക്ക് മറ്റു പല, അതായത് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും. കാരണം ഇറക്കുമതി നമ്മൾ തീരെ കുറയ്ക്കുകയാണ്. റെഡ്യൂസ് ഇമ്പോർട്ട് ആസ് ഫാർ ആസ് പോസിബിൾ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞതാണ്, ഇറക്കുമതി അതായത് നമ്മൾ പരമാവധി കുറച്ച് കൊണ്ടുവരിക. ഇനി ഇറക്കുമതി ചെയ്തേ തീരൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു പരമാവധി കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക. ഇനി ഇറക്കുമതി ചെയ്യാനായിട്ട് നമുക്ക് തീരെ പറ്റില്ല, അല്ലാണ്ട് നിവൃത്തിയില്ല എന്ന് പറയുമ്പം അതിന്റെ ടെക്നിക്ക് മാത്രം കൊണ്ടുവരിക. ടെക്നിക്ക് കൊണ്ടുവരുമ്പോൾ അത് ജനങ്ങൾക്ക് തൊഴിൽ കിട്ടാനായിട്ട് കാരണമാകും. മാത്രമല്ല അത് റോ മെറ്റീരിയൽസ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതുപോലെ നമ്മൾ പറയാണ് ഡിസ്കറേജ് ഇമ്പോർട്ട്സ്, ഇറക്കുമതിയെ നിരുത്സാഹപ്പെടുത്തുക. എന്നിട്ട് എന്ത് ചെയ്യണം? പ്രൊമോട്ട് ഓർ എൻകറേജ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, രാജ്യത്തിന്റെ അകത്തുള്ള ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ, അതായത് ഉൽപാദനത്തെ നമ്മൾ കൂടുതലായിട്ട് എൻകറേജ് ചെയ്യുക. ഇതുകൊണ്ട് ഇറ്റ് റിഡ്യൂസ് ദ ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ഗുഡ്സ്, ഫോറിൻ ഗുഡ്സിനെ ആശ്രയിക്കുന്ന രീതി പരമാവധി കുറയ്ക്കുക. ഇനി സർക്കാർ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇത്തരത്തിലുള്ള, അതായത് ഇമ്പോർട്ടിനെ കുറയ്ക്കുന്നതിന് വേണ്ടി പല ലൈസൻസിങ് സമ്പ്രദായങ്ങൾ, നിയന്ത്രണങ്ങൾ സർക്കാർ കൊണ്ടുവരുന്നു. മാത്രമല്ല ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ കൂട്ടുന്നതിന് വേണ്ടി പല ഇൻസെന്റീവ്സുകൾ, പല സ്കീമുകളും സർക്കാർ കൊണ്ടുവരണം. To promote the domestic production, government started so many incentives or so many programs. At the same time, to control imports, government implemented import licensing system. ഇറക്കുമതി റെഗുലേഷൻസ് കൊണ്ടുവരിക. എന്നിട്ട് എന്താണ്? ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി സർക്കാർ പല രീതിയിലുള്ള ഇൻസെന്റീവ്സ്, സ്കീമുകൾ ആവിഷ്കരിക്കുന്നു. ഇങ്ങനെ ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ എൻകറേജ് ചെയ്യുമ്പോൾ ഇത് എന്തിന് കാരണമാകുന്നു? ഡൊമസ്റ്റിക് പ്രൊഡ്യൂസറിനെ കൂടുതലായിട്ട് സസ്റ്റെയിൻ ചെയ്യാനായിട്ട്, ഇവിടുത്തെ പ്രൊഡ്യൂസറിന് അവരെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നു. മാത്രമല്ല ഇവിടുത്തെ സാധനം ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഒരു പരിധിവരെ എൻവയോൺമെന്റിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. പ്രൊട്ടക്ട് ദ എൻവയോൺമെന്റ്. അപ്പം ആദ്യം എന്ത് പറയണം? ഡിസ്കറേജ് ദ ഇമ്പോർട്ട്സ് ആൻഡ് എൻകറേജ് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. രണ്ടാമത് പറയുമ്പോൾ റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ ഫോറിൻ ഗുഡ്സ്, ഫോറിൻ ഗുഡ്സിന്റെ ഡിപ്പെൻഡൻസ് നമ്മൾ കുറയ്ക്കുന്നു. മൂന്നാമത് ഇൻ ഓർഡർ ടു പ്രൊമോട്ട് ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഗവൺമെന്റ് ഇംപ്ലിമെന്റഡ് സോ മെനി സ്കീംസ് ആൻഡ് പോളിസീസ്. അറ്റ് ദി സെയിം ടൈം ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് സോ മെനി കൺട്രോൾസ് ആൻഡ് റെഗുലേഷൻസ് ടു റെഡ്യൂസ് ദ ഇമ്പോർട്ട്. അറ്റ് ദി സെയിം ടൈം that is through this practice this may help our domestic producer to sustain. At the same time it automatically it protect our environment. നമ്മൾ മറ്റ് സാധനങ്ങളെ ആശ്രയിക്കാതെ ഇവിടെ നിന്നുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ മാക്സിമം അവ കണ്ടെത്താനും ഉപയോഗിക്കാനും നോക്കും. അങ്ങനെ എൻവയോൺമെന്റിന് ദോഷകരമല്ലാത്ത രീതിയിൽ വർത്തിക്കാനാണ് സാധിക്കുന്നു. ഇതാണ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ട് നമ്മൾ അർത്ഥം. അപ്പോൾ ഇമ്പോർട്ട് കുറയ്ക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് മറ്റ് പല ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാം കേട്ടോ. അപ്പൊ നമുക്കറിയാം സാധാരണ ഇമ്പോർട്ട് നടത്തുമ്പോൾ കയറ്റുമതിയിൽ കൂടെ കിട്ടിയ വരുമാനം വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. അപ്പം അല്ലെങ്കിൽ രാജ്യത്ത് ബാലൻസ് ഓഫ് പേയ്മെന്റ് ക്രൈസിസ് വരും.
അപ്പം എന്ത് വേണം, ഇറക്കുമതി കൂടിയേ തീരുമെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് ഏർണിങ്സ് മാത്രം ഉപയോഗിക്കുക. കയറ്റുമതിയിൽ കൂടെ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, ഫോറിൻ ഏർണിങ്സ് കിട്ടുള്ളൂ. അപ്പൊ കയറ്റുമതി ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല, ഇറക്കുമതി ചെയ്യാം. ഈ ക്ലോസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡൊമസ്റ്റിക് പ്രൊഡക്ഷനെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് നോൺ ആസ് ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇനി അടുത്തൊരാളുണ്ട് ഇൻക്ലൂസീവ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഇൻക്ലൂസീവ് ഗ്രൂപ്പ്. ഇതും ഇതുപോലെ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഒരു ടേം അല്ലെങ്കിൽ കൺസെപ്റ്റ് ആണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്. എന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത്? അതായത് ഈ ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നുള്ള കൺസെപ്റ്റ് 11th 5-year പ്ലാനിൽ ഉണ്ടായിട്ടുള്ളതാണ്. ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഏതിൽ വന്നതാണ്, 11ാം പഞ്ചവത്സര പദ്ധതിയിലാണ് ഇത് നടപ്പിലാക്കിയത്. പേര് കേൾക്കുമ്പോൾ നമുക്കറിയാം ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഇൻക്ലൂഡ് എന്ന് പറഞ്ഞാൽ എന്താ, ഉൾക്കൊള്ളിക്കുക, വളർച്ചയിലെ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക. അതായത് എന്താ, അതായത് നമുക്കറിയാം ആരെയും മാറ്റി നിർത്താതെ all are included the benefits of economic growth. എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ all are included the benefits of economic growth. സാമ്പത്തിക വളർച്ചയിലെ എല്ലാവരെയും നമ്മൾ ഉൾക്കൊള്ളിക്കുക. ഉദാഹരണമായിട്ട് എന്തൊക്കെയാണ് സാമ്പത്തിക വളർച്ച? ഒരു പക്ഷേ അതായത് ഇൻ ദ കേസ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഇംപ്രൂവ്മെന്റ് ഓഫ് ഹെൽത്ത്, ഇതൊക്കെ വരുമ്പോൾ SC എന്നോ ST എന്നോ OBC എന്നോ മാറ്റി നിർത്താതെ, വിമൺ എന്നോ ചിൽഡ്രൻ എന്നോ മാറ്റി നിർത്താതെ, മൈനോറിറ്റീസ് എന്നോ പറഞ്ഞ് മാറ്റി നിർത്താതെ, എക്സ്ക്ലൂഡഡ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ എല്ലാവർക്കും എല്ലാ രീതിയിലുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുക. അതായത് ഈ പ്ലാനിങ്ങിലെ ഇന്ന സ്കീമുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സ്കീമിലെ ഞാനും നിങ്ങളും ഭാഗഭാക്കാക്കുക കേട്ടോ. അതായത് ഓൾ ഇക്കണോമിക് പാർട്ടിസിപ്പൻസ് ഇൻ ഇക്കണോമിക് ഗ്രോത്ത്. സാമ്പത്തിക വളർച്ചയിൽ ഞാനും നിങ്ങളും പങ്കാളികളാണ്. അപ്പൊ അവിടെ കാസ്റ്റ് എന്നോ ക്രീഡ് എന്നോ റിലീജിയൻ എന്നോ വകവെക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ മൈനോറിറ്റീസിനും ന്യൂനപക്ഷക്കാർക്ക് മുഴുവൻ സാമ്പത്തിക വളർച്ചയിൽ പങ്കാളികളാക്കുക. അവർക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുന്നു, ഹെൽത്ത് കൊടുക്കുന്നു, ഹയർ എഡ്യൂക്കേഷൻ ഊന്നൽ കൊടുക്കുന്നു. പിന്നെ മാത്രമല്ല നമുക്കറിയാം അതായത് നമ്മുടെ പ്രത്യേകിച്ച് സാനിറ്റേഷൻ ഫെസിലിറ്റീസ്, ഇലക്ട്രിസിറ്റി കണ്ടോ, ഇതൊക്കെ നമ്മുടെ ബേസിക്, നമ്മൾ പറയും ആരാണ് നമ്മുടെ ബേസിക് അമ്യൂണിറ്റീസ് അല്ലെ. ബേസിക് കമ്മ്യൂണിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, ഏറ്റവും അത്യാവശ്യ സാധനങ്ങൾ. അതായത് പണ്ട് കാണുന്നതിന് നമ്മൾ ഫുഡ്, ഷെൽട്ടർ, ക്ലോത്തിങ് ഒക്കെ മാറ്റിയിട്ട് ബേസിക് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സേഫ് ഡ്രിങ്കിങ് വാട്ടർ, നല്ല കുടിവെള്ള സംവിധാനം ഉണ്ടാക്കുക, നമുക്ക് ഹൗസിങ്, എല്ലാവർക്കും പാർപ്പിട സൗകര്യങ്ങൾ കിട്ടുക, ഇലക്ട്രിസിറ്റി കണ്ടോ, ഇലക്ട്രിസിറ്റി കിട്ടുക അല്ലേ. ഇവയൊക്കെയാണ് നമ്മൾ. അതുപോലെ തന്നെ സാനിറ്റേഷൻ ഫെസിലിറ്റി കണ്ടോ. ഇത്തരത്തിലുള്ളതാണ് നമ്മൾ ഇതിൽ പറയാ ബേസിക് അമ്യൂണിറ്റീസ് കണ്ടോ. അപ്പൊ വിദ്യാഭ്യാസം വേണം, സേഫ് ഡ്രിങ്കിങ് വാട്ടർ എല്ലാവർക്കും കിട്ടണം, ഹൗസിംഗ് ഫെസിലിറ്റി എല്ലാവർക്കും പാർപ്പിടം കിട്ടണം, ഇലക്ട്രിസിറ്റി വൈദ്യുതി എല്ലാവർക്കും കിട്ടണം, സാനിറ്റേഷൻ ഫെസിലിറ്റീസ് കിട്ടണം. ഇതിനെയാണ് നമ്മൾ വിളിക്കുക ബേസിക് അമ്യൂണിറ്റീസ്. ഇതെല്ലാവർക്കും ലഭ്യമാക്കുക. മാത്രമല്ല വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കുക, ഹയർ എഡ്യൂക്കേഷന് കൂടുതലായിട്ട് ഇംപ്രൂവ്മെന്റ് കൊടുക്കുക. അതുപോലെ തന്നെ ഹെൽത്ത്, ഇംപ്രൂവ്മെന്റ് ഇൻ ദ ഹെൽത്ത് ഫെസിലിറ്റി, എല്ലാവർക്കും ആരോഗ്യ പരിപാലനത്തിനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. ഇങ്ങനെ കാസ്റ്റ് എന്നോ ക്രീഡ് എന്നോ റിലീജിയൻ എന്നോ മാറ്റി നിർത്താതെ, മൈനോറിറ്റി എന്നുള്ള വകുപ്പിനെ മാറ്റി നിർത്താതെ, എക്സ്ക്ലൂഡഡ് പാർട്ടിയാണ് കേട്ടോ, ഇവർ പുറന്തള്ളപ്പെട്ടവരാണ് എന്ന് പറയാതെ, SC ആണ് ST ആണ് അല്ലെങ്കിൽ OBC ആണെന്ന് പറഞ്ഞ് മാറ്റി നിർത്താതെ all are included in the economic growth കേട്ടോ. അതായത് all are included in economic growth അല്ലെങ്കിൽ all are enjoy the benefits of economic growth. സാമ്പത്തിക വളർച്ചയിലെ എല്ലാവരെയും പങ്കാളികളാക്കുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ബേസിക് കമ്മ്യൂണിറ്റീസ് കിട്ടാനുള്ളത്. അപ്പം ഇതുകൊണ്ട് ഇറ്റ് ഹെൽപ് ടു ദ പുവർ അറ്റ് ദ സെയിം ടൈം റിഡ്യൂസ് ദ പോവർട്ടി. ഒരു പരിധിവരെ ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഹെൽത്ത് ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. എഡ്യൂക്കേഷനെ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കുന്നു. ഇങ്ങനെ all are included the benefits of economic growth that is equal to inclusive growth. It introduced in the 11th 5-year plan. അങ്ങനെ മൈനോറിറ്റീസിനെ കൂടുതലായിട്ട് സാമ്പത്തിക വളർച്ചയിലെ പങ്കാളികളാക്കാനും, SC ST OBCക്ക് മുഴുവൻ ഇത് കിട്ടാനും, എക്സ്ക്ലൂഡഡ് പാർട്ടി എന്ന് മാറ്റി നിർത്താതെ അവരെ മുഴുവൻ ഇൻക്ലൂസീവ് ഗ്രൂപ്പിൽ കൊണ്ടുവരാനും, എല്ലാവർക്കും ബേസിക് കമ്മ്യൂണിറ്റീസ് കൊടുക്കാനും, പോവർട്ടിയുടെ ഇൻസിഡൻസ് കുറയ്ക്കാനും, ഹെൽത്ത്, എഡ്യൂക്കേഷൻ, ഇതിൽ കൂടുതൽ പല സ്കിൽ ഡെവലപ്മെന്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് പ്രാധാന്യം നൽകാനും നമ്മൾ എന്ത് വിളിക്കുന്നു, ഇൻക്ലൂസീവ് ഗ്രോത്ത്. ദീസ് ആർ ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്
ഇൻ ദിസ് ക്ലാസ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ ഏതൊക്കെ കണ്ടു? ഇന്നലത്തെ ഗ്രീൻ റവല്യൂഷന്റെ മെറിറ്റും ഡിമെറിറ്റും നമ്മൾ അവസാനിപ്പിച്ചിരുന്നു. എന്താണ് ഫിനാൻസ് കമ്മീഷൻ എന്നാണെന്ന് പറഞ്ഞു. പിന്നെ ഇതുപോലെ ഇവിടെ ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ കണ്ടു. പിന്നെന്താണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് നമ്മൾ മനസ്സിലാക്കി. ഫിനാൻസ് പിന്നെന്താണ് നമ്മൾ കണ്ടതിൽ പിന്നെ ന്യൂ ഇക്കണോമിക് പോളിസിയുടെ ബാക്ക്ഗ്രൗണ്ടുകൾ എന്താണെന്ന് കണ്ടു. പിന്നെ ഫിനാൻസ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഇതെല്ലാമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കാണുക. അപ്പം ഇനി നാളെ ഞാൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇതെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ. നന്നായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് എല്ലാവരും നല്ലപോലെ വരും.